ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ഫാക്ടർ ആയാലും ആ ഒരു യൂണീക്ക് ക്യാമറ ഡിസൈനും 67 വാട്ട്സിൻ്റെ ചാർജറും എല്ലാം സൂപ്പർ തന്നെയാണ്. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഷാമി പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെഡ്മി K50 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടധികം ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ എന്തായാലും 2-3 ദിവസത്തിനകത്ത് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് കിട്ടുന്നുണ്ടെന്നും അതോടൊപ്പം ഷോർട്ട് ആയിട്ടുള്ള ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇരിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB റാമും 256GB സ്റ്റോറേജും വരുന്ന സ്മാർട്ട് ഫോണാണ്. സോ ഇതിൻ്റെ ഹയർ വേരിയൻ്റായ 12GB റാമും 256ഉം 8GB റാം 128GB വേരിയൻറ്റും അവൈലബിൾ തന്നെയാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റെഡ്മിയുടെ ഒരു ബ്രാൻഡിങ് ആണ്. ഇത് ചൈനീസ് ബോക്സിംഗ് പാക്കേജ് ആണ്. ഈ ഒരു ബോക്സിംഗ് പാക്കേജ് എൻ്റയർലി ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും. സോ ആദ്യത്തെ ടോപ്പ് ഷെല്ലിൽ നമ്മളെടുത്ത് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഡിവൈസ് ആണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഒരുപാടധികം ആൾക്കാർ പറയുന്നുണ്ട് ഇത് പോക്കോ F4 ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. ബട്ട് ഇത് അങ്ങനെ വരില്ല. കാരണം റെഡ്മിയുടെ K40 എന്ന് പറയുന്ന ഡിവൈസാണ് റീബ്രാൻഡ് ചെയ്ത് പോക്കോ F4 ആയിട്ട് വരാൻ പോകുന്നതാണ് ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. സോ നമ്മുടെ ഡിവൈസിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. നല്ലൊരു ക്ലാസി ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് യുണീക്കായിട്ടുള്ളൊരു ക്യാമറ ഡിസൈനാണ് എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. സോ എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ്ഡ് ക്യാമറ ഡിസൈൻ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ റെഡ്മി നല്ല യുണീക്കായിട്ടാണ് ഈ ഒരു ക്യാമറ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് 2-3 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് കിട്ടുന്നുണ്ട്, ഗ്രേ ലഭിക്കുന്നുണ്ട്, ബ്ലൂ ലഭിക്കുന്നുണ്ട്, ഗ്രീൻ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം ബട്ടൺസ് കാണാനായിട്ട് സാധിക്കും. മോൾ ഫാം ഫുൾ ക്ലീൻ ആണ്. പവർ ബട്ടണിലാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. ദാറ്റ് വാസ് ഓൾസോ നൈസ്. ആൻഡ് അത് ഒരുപാട് നല്ലൊരു ഫീച്ചറാണ്. കാരണം ഫിംഗർ പ്രിൻറ്റിൽ പവർ കീയിൽ നമ്മുടെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് വരുന്ന കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ മീലവണ്ണ ലൈറ്റിൻ്റെ അത്ര സൈസ് മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് വരുന്നുള്ളൂ. 8.5 തിക്നെസ് ആണ്. ആ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. ബട്ട് കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കയ്യിൽ ഇത് ഒതുങ്ങുന്നുണ്ട്. അതെനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 201 ഗ്രാം വെയിറ്റ് ഉണ്ട്. എക്സാക്ട് നമ്മുടെ മീഡിയം അൾട്രയുടെ വെയിറ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് അത്രയൊന്നും സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വലുതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അത്രയ്ക്ക് ഒരു ഹ്യൂജ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. സോ അതെനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. OLED പാനലാണ്, 120Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്, ഡോൾബി വിഷൻ വന്നിട്ടുണ്ട്, HDR10+ സപ്പോർട്ടബിൾ ആണ്, 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കൊണ്ടുവന്നിട്ടുള്ളത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ആണ് ലഭിക്കുന്നത്. MIUI 13 ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 8100 എന്ന് പറയുന്ന ഒരു 5nm പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. GPU നോക്കിക്കഴിഞ്ഞാൽ മാലി G610 എന്ന് പറയുന്നൊരു GPU ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ വൈഡ് ഫ്രണ്ട് ക്യാമറയാണ്. ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ 48 മെഗാപിക്സലിൻ്റെ വൈഡും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയുമാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 3.5 ഓഡിയോ ജാക്ക് നമുക്ക് ലഭിക്കില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ്. നമുക്ക് 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ തന്നെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 30 മിനിറ്റ് കൊണ്ട് തന്നെ 80% കയറുന്നതാണ്. സോ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളും ഇത്ര മാത്രം ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുള്ളൂ. എനിക്കറിയാം ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ടെന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ വരുന്നുണ്ട്. അത് ഏത് സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്താലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ തന്നെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം വരുത്തി വയ്ക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. കാരണം ഡെയിലി പോസ്റ്റ് നമുക്ക് ഇടുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ടാർഗറ്റ് 30K ഫോളോവേഴ്സ് വരെ നമ്മൾ എത്തിക്കാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇൻസ്റ്റയിൽ നമ്മൾ ഫോളോ ചെയ്യുക, അതോടൊപ്പം സപ്പോർട്ട് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇൻസ്റ്റയിൽ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആദ്യ സൈനിങ് ഓഫ്. ബൈ.